ഇറാൻ യുദ്ധത്തിന് താൽക്കാലിക വിരാമം നൽകിയ രണ്ടാഴ്ചത്തെ വെടിനിർത്തൽ വീണ്ടും നീട്ടിയെങ്കിലും എത്ര നാൾ അത് നീണ്ടു നിൽക്കുമെന്ന് പറയാനാകില്ല. ആ ആശങ്ക സാധൂകരിക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. ഹോർമൂസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലിന് നേരെ വീണ്ടും ഇറാൻ ആക്രമണം നടത്തിയെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ. ബുധനാഴ്ച പുലർച്ചെ ഒമാൻ തീരത്തിന് സമീപം ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ സായുധ ബോട്ട് ഒരു കണ്ടെയ്നർ കപ്പലിന് നേരെ വെടിവെപ്പ് നടത്തി. യാതൊരു മുന്നറിയിപ്പുമില്ലാതെ നടത്തിയ ആക്രമണത്തിൽ കനത്ത നാശനഷ്ടങ്ങൾ സംഭവിച്ചതായി UK മാരിടൈം ട്രേഡ് ഓർഗനൈസേഷൻ റിപ്പോർട്ട് ചെയ്തു. ബോത്ത് ഷിപ്പ് വിഭാഗത്തിൽപ്പെട്ട കപ്പലിന് നേരെയാണ് ആക്രമണം നടന്നത്. ഒമാൻ തീരത്ത് നിന്ന് 15 നോട്ടിക്കൽ മൈൽ ദൂരത്ത് വെച്ചായിരുന്നു ഈ ആക്രമണം. IRGCയുടെ അനുമതിയില്ലാതെ കപ്പൽ സഞ്ചാരം അനുവദിക്കില്ല എന്ന് ഇറാൻ നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയതാണ്. എന്നാൽ ആക്രമിക്കപ്പെട്ട കപ്പൽ അനുമതി തേടിയിരുന്നു എന്ന് വ്യക്തമല്ല. കപ്പൽ ഏത് രാജ്യത്തിൻ്റെതാണ്, ആരുടേതാണ് എന്ന കാര്യത്തെക്കുറിച്ചും ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. മേഖലയിൽ കഴിഞ്ഞ ശനിയാഴ്ച 2 ഇന്ത്യൻ കപ്പലുകൾക്ക് നേരെയും സമാനമായ രീതിയിൽ ആക്രമണമുണ്ടായിരുന്നു. ഇതിനിടയിലാണ് ട്രംപിന്റെ പുതിയൊരു സോഷ്യൽ മീഡിയ പോസ്റ്റ് കൂടി പുറത്തു വന്നിരിക്കുന്നത്. ഇറാൻ ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നും അവർ അത് തുറക്കാനാണ് ആഗ്രഹിക്കുന്നത് എന്നുമാണ് ട്രംപ് തന്റെ സമൂഹ മാധ്യമമായ ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചിരിക്കുന്നത്. ഹോർമൂസ് അടഞ്ഞുകിടന്നാൽ $500 മില്യൺ ഒരു ദിവസം ഇറാന്റെ നഷ്ടം. അത് ഒഴിവാക്കണമെങ്കിൽ ഹോർമൂസ് തുറക്കണം. തുറന്നാൽ അസംസ്കൃത എണ്ണ വിൽക്കാൻ അവർക്ക് കഴിയും. അമേരിക്ക നാവിക ഉപരോധം നടത്തിയതുകൊണ്ടാണ് ഹോർമൂസ് അടച്ചു എന്ന് അവർ പറയുന്നത്. മുഖം രക്ഷിക്കൽ പരിപാടി മാത്രമാണ് അത്. ഹോർമൂസ് ഉടൻ തുറക്കണമെന്നാണ് ഇറാന്റെ ആഗ്രഹമെന്ന് പറഞ്ഞ് ചിലർ തന്നെ സമീപിച്ചുവെന്നും പക്ഷേ അങ്ങനെ ചെയ്താൽ ഇറാനുമായി കരാറിൽ എത്താൻ കഴിയില്ല എന്ന് താൻ പറഞ്ഞുവെന്നും ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെയോ ട്രംപിന്റെ വാക്കുകളെയോ ഇറാന് വിശ്വാസമില്ല. അടുത്ത അപ്രതീക്ഷിത ആക്രമണമാണ് അമേരിക്ക വെടിനിർത്തലിന്റെ പേരിൽ ആസൂത്രണം ചെയ്യുന്നത് എന്നാണ് ഇറാൻ വിശ്വസിക്കുന്നത്. ഇറാന് മാത്രമല്ല ട്രംപിലുള്ള വിശ്വാസക്കുറവ് എന്ന് തെളിയുകയാണ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ രൂക്ഷ വിമർശനവുമായി ഇറാന്റെ സുഹൃത്തായ റഷ്യയും രംഗത്തെത്തിയിട്ടുണ്ട്. ട്രംപ് ഇറാനെ കെണിയിൽ വീഴ്ത്തിയിരിക്കുകയാണ് എന്നാണ് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവിന്റെ വിമർശനം. ട്രംപ് നടത്തുന്ന വ്യാജ വാഗ്ദാനങ്ങളും ഉറപ്പുകളും പിന്നാലെ അനാവശ്യമായ ഭീഷണികളും അതാണ് ഇറാനെ കെണിയിൽ വീഴ്ത്തിയിരിക്കുന്നത് എന്നാണ് ലാവ്റോവ് പറയുന്നത്. സമാധാന ചർച്ചകളിൽ ഉണ്ടാകുന്ന അനിശ്ചിതത്വവും കാലതാമസവും വരുത്തിവെക്കുന്നത് ട്രംപിന്റെ വ്യാജ വാഗ്ദാനങ്ങളും ഭീഷണികളുമാണ് എന്നാണ് ലാവ്റോവ് പറയുന്നത്. ഒന്നിച്ചുള്ള തീരുമാനങ്ങളാണ് ഉണ്ടാകേണ്ടത്. മുൻപ് 2015 മുൻ US പ്രസിഡന്റ് ബരാക് ഒബാമയുടെ നേതൃത്വത്തിൽ ഇറാനുമായി ആണവ കരാർ ഒപ്പിട്ടിരുന്നു. പക്ഷേ അന്ന് കരാറിന് പകരമായി ഇറാനുമേലുണ്ടായിരുന്ന ഉപരോധങ്ങൾ ഇളവ് നൽകുകയാണ് ഉണ്ടായത്. ഇപ്പോൾ നടക്കുന്നത് അതല്ല. വ്യാജ വാഗ്ദാനങ്ങൾ നൽകിയും ഭീഷണിപ്പെടുത്തിയും ഇറാനെ കെണിയിൽ വീഴ്ത്തുകയാണ് ട്രംപ് ചെയ്യുന്നത് എന്നാണ് ലാവ്റോവ് കുറ്റപ്പെടുത്തുന്നത്. സമാധാന ചർച്ചകളിൽ അമേരിക്ക സ്വീകരിക്കുന്നത് ഇരട്ടത്താപ്പ് നിലപാടാണ് എന്നാണ് ലാവ്റോവിന്റെ വിമർശനം. ഈ ഇരട്ടത്താപ്പാണ് ആണവ കരാറിലെ സ്തംഭനാവസ്ഥയ്ക്കും കാരണമാകുന്നത്. വ്യാജ വാഗ്ദാനങ്ങൾ നൽകുക, എന്നിട്ട് അത് ലംഘിക്കുക, ഇതാണ് അമേരിക്കയുടെ ചരിത്രം. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ട്രംപിന്റെ വഞ്ചനകളിലും ഭീഷണികളിലും വീണുപോകാതെ നടക്കാനിരിക്കുന്ന ചർച്ചകളിൽ ജാഗ്രത പാലിക്കുകയാണ് ഇറാൻ ചെയ്യേണ്ടത് എന്നും ലാവ്റോവ് ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഹോർമൂസ് കടലിടുക്ക് ഉപരോധമാണ് ഇപ്പോഴത്തെ ട്രംപിന്റെ വ്യാജ വാഗ്ദാനത്തിന് ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കാനുള്ളത്. ഒന്നാം ഘട്ട ചർച്ചകൾ പരാജയപ്പെട്ടതോടെ ഹോർമൂസിൽ അമേരിക്കൻ നാവികസേന ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. ഇറാനിയൻ തുറമുഖത്തേക്കോ തിരിച്ചോ ഒരു കപ്പൽ പോലും അമേരിക്ക കടത്തിവിടുന്നില്ല. ഇറാൻ ഹോർമൂസ് തുറക്കാൻ തയ്യാറായാൽ ഉപരോധം അവസാനിപ്പിക്കാമെന്നായിരുന്നു ട്രംപിന്റെ വാഗ്ദാനം. ലെബനനിൽ വെടിനിർത്തിയാൽ ഹോർമൂസ് തുറക്കാമെന്ന് ഇറാനും സമ്മതിച്ചു. ലെബനനിൽ ട്രംപ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. ഇറാൻ ഹോർമൂസ് തുറന്നു. പക്ഷേ സംഭവിച്ചതോ അമേരിക്ക നാവിക ഉപരോധം തുടർന്നു. ഒരു വാഗ്ദാനം അവിടെ ലംഘിക്കപ്പെട്ടു. അതോടെ ഇറാൻ ഹോർമൂസ് വീണ്ടും അടച്ചു. ഇതിനിടയിൽ ലെബനനിലെ വെടിനിർത്തൽ ലംഘിച്ച് ഇസ്രായേൽ വീണ്ടും ആക്രമണം നടത്തി. ഇതെല്ലാം വിലയിരുത്തിയാണ് അമേരിക്ക വാഗ്ദാന ലംഘനം നടത്തുന്നു എന്ന് ലാവ്റോവ് വിമർശിച്ചത്. ഇതുവരെ ഇറാൻ അമേരിക്കയുടെ കെണിയിൽ വീഴുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് മനസ്സിലാക്കിയിട്ടോ എന്തോ ഇറാൻ രണ്ടാം വട്ട ചർച്ചകളിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. അമിതമായ ആവശ്യങ്ങൾക്കും അനാവശ്യ നിർദ്ദേശങ്ങൾക്കും പകരം കൃത്യമായ ചട്ടക്കൂടോടെയുള്ള കരാറാണ് ആവശ്യമെന്ന നിലപാടിലേക്ക് ഇറാൻ എത്തിയിട്ടുണ്ട്. US നാവിക ഉപരോധം അവസാനിപ്പിച്ചില്ലെങ്കിൽ മാത്രമേ സമാധാന ചർച്ചകളിൽ പങ്കെടുക്കുകയുള്ളൂവെന്നാണ് ഇറാന്റെ പ്രതികരണം. ഇതിനിടയിൽ ഇറാൻ പതാകയുള്ള വാണിജ്യ കപ്പൽ US നാവികസേന പിടിച്ചെടുത്തത് പ്രശ്നം കൂടുതൽ വഷളാക്കി. ഈ വിശ്വാസ വഞ്ചനകളെല്ലാം ഇറാൻ മനസ്സിലാക്കിയാണ് US-ലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടുവെന്നും സമാധാന ചർച്ചകളിൽ സഹകരിക്കില്ല എന്നും ഇറാൻ നിലപാടെടുത്തിട്ടുള്ളത്. എല്ലാം മറികടന്ന് പുതിയ സമാധാന ചർച്ചകളിലേക്ക് ഇറാനും US-ഉം കടന്നേക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം.
അതേസമയം യുദ്ധം തുടങ്ങും മുൻപ് അമേരിക്കൻ സേനാ ജനറൽ കെയ്ൻ ട്രംപിന് മുന്നറിയിപ്പ് നൽകിയത് തന്നെ സംഭവിച്ചിരിക്കുന്നു. ഇറാനുമായുള്ള യുദ്ധം അമേരിക്കയുടെ ആയുധ ശേഖരം വൻതോതിൽ കുറച്ചതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. ഇറാനെ നേരിട്ടാൽ ആയുധ ശേഖരം ദുർബലമാകുമെന്ന് നേരത്തെ തന്നെ അമേരിക്കൻ ഉദ്യോഗസ്ഥർ ട്രംപിന് മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ്. എന്നാൽ നെതന്യാഹുവിന്റെ വാക്ക് വിശ്വസിച്ച് ഇറാനിൽ ഭരണമാറ്റവും ഇറാനിയൻ എണ്ണയുടെ നിയന്ത്രണവും സ്വപ്നം കണ്ട ട്രംപ് യുദ്ധത്തിലേക്ക് എടുത്തു ചാടി. ഒടുവിൽ ഭയന്നത് തന്നെ സംഭവിച്ചു. 7 ആഴ്ച നീണ്ട ആക്രമണത്തിൽ അമേരിക്കയുടെ പാട്രിയറ്റ് മിസൈൽ ശേഖരത്തിന്റെ പകുതിയും തീർന്നുപോയി എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നത്. മറ്റ് 6 മിസൈൽ വിഭാഗങ്ങളും, അതും അമേരിക്കൻ പ്രതിരോധത്തിന്റെ ഏറ്റവും പ്രധാനം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന 6 മിസൈൽ വിഭാഗങ്ങൾ വൻതോതിൽ യുദ്ധത്തിൽ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. ഇത് ഈ മിസൈലുകളുടെയും ശേഖരത്തിൽ കുറവുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. സെന്റർ ഫോർ സ്ട്രാറ്റജിക് ആൻഡ് ഇന്റർനാഷണൽ സ്റ്റഡീസ് അഥവാ CSIS നടത്തിയ പഠനങ്ങളെ ഉദ്ധരിച്ച് അമേരിക്കൻ മാധ്യമമായ ദ ഹില്ലാണ് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടത്. അമേരിക്കയുടെ പാട്രിയറ്റ് മിസൈലുകളുടെ മൊത്തം ശേഖരത്തിന്റെ ഏകദേശം 50%-ഓളവും ഹ്രസ്വ മധ്യദൂര മിസൈലുകളെ പ്രതിരോധിക്കാൻ ഉപയോഗിക്കുന്ന THAAD ഇന്റർസെപ്റ്ററുകളുടെ ശേഖരത്തിന്റെ പകുതിയിലധികവും 1.5 മാസത്തെ യുദ്ധത്തിനിടെ തീർന്നിട്ടുണ്ട്. പ്രിസിഷൻ സ്ട്രൈക്ക് മിസൈലുകൾ 45%-ലധികം ഉപയോഗിച്ചു. ജാസം SM-3, SM-6 മിസൈലുകളും നല്ലൊരു പങ്കും ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. ജാസം 20%-ലധികവും, SM-3 30%-ലധികവും, SM-6 കുറഞ്ഞത് 10%-വും ഉപയോഗിച്ചു തീർന്നതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മാത്രമല്ല, ടോമോഹോക്ക്, ജാസം തുടങ്ങിയ പ്രിസിഷൻ ഗൈഡഡ് ക്രൂയിസ് മിസൈലുകളുടെ ശേഖരം പഴയപടിയാക്കാൻ 1 മുതൽ 4 വർഷം വരെ സമയമെടുത്തേക്കാമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇനി ഭാവിയിൽ ചൈനയുമായടക്കം ഏറ്റുമുട്ടേണ്ടി വന്നാൽ മിസൈൽ ശേഖരത്തിലെ കുറവ് അതിനെ വലിയ രീതിയിൽ ബാധിക്കും. ഇറാൻ യുദ്ധത്തിന് മുൻപ് തന്നെ ആയുധ ശേഖരം ചൈന പോലുള്ള വൻ ശക്തികളുമായി ഏറ്റുമുട്ടാൻ പര്യാപ്തമായിരുന്നില്ല. ഇറാൻ യുദ്ധത്തിൽ മിസൈലുകൾ നല്ലൊരു പങ്കും ഉപയോഗിക്കുക കൂടി ചെയ്തതോടെ ഭാവിയിൽ ചൈന പോലുള്ള രാജ്യങ്ങൾക്കെതിരെ ഇപ്പോഴത്തെ ആയുധ ശേഖരം മതിയാകാതെ വരും. ഇറാനെതിരെ ഇനി യുദ്ധം പുനരാരംഭിച്ചാലും പ്രതിരോധിക്കാൻ ഇപ്പോഴുള്ളത് മതിയാകും. പക്ഷേ മറ്റൊരു ഏറ്റുമുട്ടലിന് ഇറങ്ങി പുറപ്പെടും മുൻപ് ഒരുപാട് സമയത്തെ തയ്യാറെടുപ്പ് അത്യാവശ്യമായി വരും. ആയുധ ശേഖരം വീണ്ടെടുക്കാനും പൂർവ്വസ്ഥിതിയിലാക്കാനും നിരവധി വർഷങ്ങൾ വേണ്ടിവരുമെന്നാണ് CSIS പ്രതിനിധികൾ പറയുന്നത്.